എഗ്രിമെന്റ് ഹസ്ബൻഡ്. രചന ബിബിത റനീഷ്. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. എന്നതിന്റെ പേര് ഭൂമി. കുഞ്ഞിന്റെ പേര് ഉണ്ണി. അഗ്നിപതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ഭൂമിയുടെ അരികിലേക്ക് നടന്നു. ഉണ്ണിയെ കാണാൻ നല്ല ക്യൂട്ടാ, ശരിക്കൊരു ഉണ്ണിയപ്പം പോലെ. എനിക്കൊന്ന് എടുക്കാൻ തരുമോ? കുഞ്ഞിന് നേരെ കൈ നീട്ടി എടുക്കാൻ പാത്രം എന്ന് ചോദിക്കുന്ന അഗ്നിയെ ഭൂമി നോക്കി. ശേഷം ഒരു പുൻചിരിയോടെ ഉണ്ണി അഗ്നിയുടെ കൈകളിലേക്ക് കൊടുത്തു. ഉണ്ണിയെ കൈകളിലെടുത്ത് അവന്റെ കവിളിൽ സ്നേഹത്തോടെ ഉമ്മൊടുക്കുന്ന അഗ്നിയെ ഹരിയുടെ ഇഷ്ടക്കേടോടെ നോക്കി. ഇവിടെ ഒരു വാവിയുണ്ടെന്ന് അങ്ങൾ പറഞ്ഞിരുന്നു. തന്റെ താടിയിലും മീശയിലും മുടിയിലെല്ലാം പിടിച്ചു വലിക്കുന്ന ഉണ്ണിയെ നോക്കി ഒരു ചിരിയോട് അഗ്നി പറഞ്ഞു, മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ, നിന്റെ മുറി മുകളില്ല, ചെല്ല്. ആ ഓക്കെ അങ്കിൾ. ഭൂമിയുടെ കൈകളിലേക്ക് ഉണ്ണിയെ ഏൽപ്പിച്ച് അവന്റെ കവിളിൽ ഉമ്മയും കൊടുത്ത് അഗ്നി റൂമിലേക്ക് കയറിപ്പോയി. അഗ്നി പോയ ശേഷം പാർത്ഥിബനും ഭൂമിയും കുഞ്ഞ് അവിടുന്ന് പോയി. എന്നാൽ ഇതെല്ലാം കണ്ടിരുന്ന വൈകിയുടെ ഹരിയുടെ ഉള്ളിൽ എന്തിനെന്നറിയാത്തൊരു ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. മുറിയിലെത്തിയ ശേഷം ഹരി ആലോചനയിലാണ്ടു. അതുകൊണ്ട് വൈക ചോദിച്ചു, എന്തായാലും ഒരു ആലോചന, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെയൊന്നും ആലോചിക്കാറില്ലല്ലോ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അല്ല, എനിക്കൊരു ആഗ്രഹം എൻ്റെ കുഞ്ഞിനെന്ന് എടുക്കാൻ. സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ മുഖം ഞാൻ ഇപ്പോഴാണ് ശരിക്കും ശ്രദ്ധിച്ചെന്നെ. അഗ്നി പറഞ്ഞ പോലെ എൻ്റെ മകനെ കാണാൻ എന്തൊരു ക്യൂട്ടാ. എന്താ ഹരി, ഭാര്യയുടെയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഹരി ഒരു കാര്യം ചെയ്തോളൂ, തിരിച്ചു പോയിക്കോളൂ. പക്ഷെ എൻ്റെ അച്ഛൻ തന്നൊക്കെ എനിക്ക് തിരികെ തരേണ്ടി വരും, പിന്നെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ഇപ്പം തന്നെ ഹരിക്ക് ജോലിയില്ല, കയ്യിൽ വരുമാനമില്ല, എങ്ങനെ ജീവിക്കും? എന്തൊക്കെയോ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണെന്ന് കേട്ടു, എന്നിട്ടൊന്നും നടക്കുന്ന കാണുന്നില്ലല്ലോ. കളിയാക്കേണ്ട വൈക, എല്ലാം ശരിയാവും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണി എൻ്റെ മകനല്ലേ, അവന് എനിക്കൊന്ന് എടുക്കാൻ അവകാശമില്ലേ? ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ലേ എനിക്ക് അവകാശമില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഭൂമി എൻ്റെ ഭാര്യയായിട്ട് കുറേ നാൾ ജീവിച്ചതല്ലേ? ശരിയാ, ഭൂമി നിങ്ങളുടെ ഭാര്യയായിട്ട് കുറേ നാൾ ജീവിച്ചു, ആ ബന്ധത്തിലൊരു കുഞ്ഞും ജനിച്ചു. പിന്നെ നിങ്ങൾ തന്നെയല്ലേ അവരെ ഉപേക്ഷിച്ചതും? നിങ്ങൾക്ക് ഭാര്യയായിട്ട് ഞാൻ മതി, അവർ വേണമെന്ന് തീരുമാനിച്ചു ഞാനാണോ അതോ ഹരിയാണോ? അവരെ ഉപേക്ഷിച്ചപ്പോൾ കൂടെ ആ കുഞ്ഞിനെയും നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിരുന്നു. എന്താ ഹരി, ഇത്ര പെട്ടെന്നെല്ലാം മറന്നുപോയോ? ഞാനൊന്നും മറന്നിട്ടില്ല, ഭൂമിയെ ഞാൻ ഉപേക്ഷിച്ചു തന്നെയാണ്. പക്ഷെ ഉണ്ണി, അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിലെന്തോ ഒരു വിങ്ങൽ. അതാ അഗ്നി ആ കുഞ്ഞിനെ എടുത്തപ്പോഴായിരിക്കും ഉള്ളിൽ വിങ്ങലുണ്ടായതല്ലേ? അതുവരെ തോന്നാത്തൊരു വിങ്ങൽ ഒരാളെടുത്തപ്പോൾ എങ്ങനെ ഉണ്ടായി? വേണ്ട ഹരി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് വൈകിയോടൊന്നും പോയി. പക്ഷെ ഹരി അപ്പോഴും ആലോചനയിലായിരുന്നു. അന്ന് വൈകിയോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നീട് ഭൂമിയെയും കുഞ്ഞിന്റെ അരികിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഒന്ന് കാണാൻ പോലും തയ്യാറായിട്ടില്ല. ഭൂമിയെയും തന്നെയും തേടി വന്നിട്ടില്ല. അടുക്കളയിൽ മാത്രമായി അവൾ ഒതുങ്ങി ജീവിച്ചു. അപ്പോഴും കുഞ്ഞിനെ കുറിച്ചും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് അഗ്നി തന്റെ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ ഒരച്ഛനെ പോലെ അവനെ കൊഞ്ചിച്ചപ്പോഴും തന്റെ മനസ്സിലുണ്ടായ വേദന അത് തന്നിൽ അച്ഛനെ ഉണർത്തുന്ന പോലെ തോന്നുന്നു. എന്താണ് സംഭവിക്കുന്നത്? തന്റെ മനസ്സ് വീണ്ടും ഭൂമിയുടെയും കുഞ്ഞിന്റെ അരികിലേക്ക് പോകുന്ന പോലെ. വേണ്ട, താനായിട്ട് അവരെ ഉപേക്ഷിച്ചതാണ്, ഇനി തിരികെ ചെന്ന് വേണ്ട. വൈകുന്നേരം ചായ കുടിക്കാൻ താഴേക്ക് വന്ന ഹരി കാണുന്നത് അഗ്നിയുടെ കയ്യിലിരുന്ന് കളിക്കുന്ന കുഞ്ഞിനെയാണ്. അഗ്നി കുഞ്ഞിനെ കയ്യിലെടുത്ത് മുകളിലേക്ക് ഉയർത്തിയും താഴ്ത്തിയും കളിക്കുമ്പോൾ കുഞ്ഞിന്റെ കളിച്ചിരിയിൽ അവിടെ ഉയർന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു നിമിഷം ഹരി അവർ രണ്ടുപേരെയും നോക്കി നിന്നു. അപ്പോഴാണ് അഗ്നിയും ഹരിയെ നേരിൽ കണ്ടത്. അല്ല, എന്താ ഹരി അവിടെ തന്നെ നിന്ന് കളഞ്ഞ് വാ. ഹരി അവരുടെ അരികിലേക്ക് ചെന്നു. നോക്ക് ഹരി, ഉണ്ണി എന്ത് ക്യൂട്ടാ, ഇവന്റെ കൂടെ ഇരുന്ന് കളിച്ച സമയം പോകുന്ന അറിയില്ല. എത്ര നേരം അറിയും ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കളിച്ചിട്ട് എനിക്ക് മതിയാകുന്നില്ല. എന്നാ പിന്നെ നീ അങ്ങോട്ട് കൊണ്ടുപോയിക്കോടാ നിന്റെ കുഞ്ഞായിട്ട്. പാർത്ഥിവന്റെ സംസാരം കേട്ട് ഹരി അഗ്നിയും തിരിഞ്ഞു നോക്കി. എന്താങ്കിലും ഞാൻ കൊണ്ടുപോകാനോ? ഞാൻ റെഡിയാ, പക്ഷെ ഇവന്റെ അമ്മ സമ്മതിക്കില്ലല്ലോ. അപ്പോഴാണ് അഗ്നിക്കുള്ള ചായയുമായി ഭൂമിയോടേക്ക് വരുന്നത്. സാറേ ചായ. ആ കേട്ടോ ഭൂമി, ഈ അങ്കിൾ പറയണേ ഉണ്ണിയെ ഞാൻ എൻ്റെ മകനായിട്ട് കൊണ്ടുപോയിക്കോളാൻ. എന്താ ഭൂമി, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? അത് കേട്ട് ഭൂമി പാർത്ഥിവനെ നോക്കി. ഏയ് വേറൊന്നുമല്ല മോളെ, ഇവൻ പറയാ ഇവനെ കുഞ്ഞിനെ കളിപ്പിച്ചും കൊഞ്ചിച്ചും മതിയായില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നീ കൊണ്ടുപോയിക്കോന്ന് നിന്റെ മകനായിട്ട്. എന്താ ഭൂമി, ഭൂമിക്ക് സമ്മതമാണോ എൻ്റെ മകനായിട്ട് ഉണ്ണി ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? അതിന് ഭൂമിയുടെ സമ്മതം മാത്രം പോരാ, ഇവന്റെ അച്ഛൻ്റെ സമ്മതം കൂടി വാങ്ങണ്ടേ? മൂന്ന് പേര് ഹരിയെ നോക്കി. എന്താ ഹരി? അല്ല, ഈ കുട്ടിയുടെ അച്ഛൻ ജീവനോടെ ഉണ്ട്. ഈ കുഞ്ഞിനെ കൊണ്ടുപോകണമെങ്കിൽ ശരിക്കും അവന്റെ അച്ഛന്റെ സമ്മതമല്ലേ ചോദിക്കേണ്ടത്, അമ്മയുടെ സമ്മതം മാത്രം പോരല്ലോ. അച്ഛനോ? അതിന് ഉണ്ണിയുടെ അച്ഛൻ ഉണ്ണിയെ ഉണ്ണിയുടെ അമ്മയെ ഉപേക്ഷിച്ച് പോയതാണല്ലോ. അയാളെ എവിടെ നിന്ന് വെച്ചാൽ പോയി തപ്പുന്നു. മാത്രമല്ല ഭൂമി അയാൾ നിയമപ്രകാരമല്ലല്ലോ വിവാഹം കഴിച്ച്, അപ്പൊ പിന്നെ അവകാശങ്ങളും ഇല്ല, അധികാരവും ഇല്ല. അതുപോലെ തന്നെ ഉണ്ണിയുടെ മേളിൽ യാതൊരു അവകാശങ്ങളും ഇല്ല. പിന്നെ അയാൾ ഇനി തിരിച്ചു വരാൻ പോകുന്നുമില്ല, വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടാവും. എന്തെങ്കിലും തിരിച്ചു വന്നാലോ? വരില്ല. ഇനി അഥവാ വന്നാൽ അവൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അഗ്നിയുടെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ട് ഒരു നിമിഷം അരിയൊന്ന് വിളറി. ഭൂമി, ഇതാ കുഞ്ഞിനെ കൊണ്ടിക്കോളൂ, കുറെ നേരം കളിക്കാൻ തുടങ്ങിയിട്ട് വിശക്കുന്നുണ്ടാവും. അഗ്നി ഉണ്ണിയെ ഭൂമിയുടെ കൈകളിലേക്ക് കൊടുത്തു. ഭൂമി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ താമസിക്കുന്ന ഔട്ട് ഹൗസിലേക്ക് പോയി. അവളും കുഞ്ഞും പോകുന്ന നോക്കി ഹരി അവരെ തന്നെ നോക്കി നിന്നു. പെട്ടെന്നാണ് ഹരിയുടെ മുന്നിലേക്ക് അഗ്നി കയറി നിന്നു. തന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുന്നവനെ കണ്ടതും ഒരു നിമിഷം ഹരി ഒന്ന് പതറിപ്പോയി. എന്താ? ഏയ് നത്തി. ഹരി പെട്ടെന്ന് അവൾ തിരിച്ചു കിടന്നു. ഹരിയുടെ പോക്ക് കണ്ട് അഗ്നി ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു.
പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അഗ്നിയും കുഞ്ഞും ഒരുപാട് അടുത്തു. അതോടൊപ്പം ഭൂമിയെയും കുഞ്ഞിനെയും കൂട്ടി പുറത്തേക്ക് ഇടയ്ക്കൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ അഗ്നിയും പോകുമായിരുന്നു. എന്നാൽ ഇതൊന്നും ഹരിക്കും വൈകക്ക് ഒട്ടും തന്നെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഹാളിലിരിക്കുമ്പോഴാണ് അങ്കിൾ നാളെ എൻ്റെ അച്ഛനും അമ്മയും വരും. ആഹാ, അത് നന്നായി. അല്ല, വെറുതെ വരുന്നതാണോ അതോ? വെറുതെ വരുന്നൊന്നല്ല, എനിക്ക് അവരുടെ ഒരു കാര്യം പറയാനുണ്ട്. അതൊരു സർപ്രൈസാണ്. എന്ത് സർപ്രൈസ്? എന്ത് മണ്ടൻ ചോദ്യ വൈക. സർപ്രൈസ് ആരെങ്കിലും നേരത്തെ പറഞ്ഞു വെക്കോ? അതും പറഞ്ഞ് അഗ്നി പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് വൈകി ഇഷ്ടക്കേടോടെ മുഖം ചിരിച്ചു. അപ്പോഴാണ് അഗ്നിയുടെ മടിയിലിരുന്ന് കളിക്കുന്ന ഉണ്ണിയെ നോക്കിയിരിക്കുന്ന ഹരി അവൾ കാണുന്നു. ഇവിടെ പറയുന്ന ഒന്നും ഹരി ശ്രദ്ധിക്കുന്നില്ല. ഹരിയുടെ ശ്രദ്ധ മുഴുവൻ ഉണ്ണിയിലാണ്. അത് കണ്ടതും വൈകക്ക് ദേഷ്യം ഉച്ചസ്ഥായിലെത്തി. അവൾ അഗ്നിയോട് ചോദിച്ചു, അല്ലേ ദൈവം എപ്പോഴും തന്നെ ഇങ്ങനെ ഉണ്ണിയെ കയ്യിലെടുത്ത് കിടക്കുന്നു? അവനവൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൂടെ? വൈക ഇഷ്ടക്കേടോടെ പറഞ്ഞു. അതിന് ഉണ്ണിയുടെ അമ്മ എപ്പോൾ നോക്കിയാലും അടുക്കളയില്ല, ഒരു നേരം പോലും അടങ്ങിയിരിക്കില്ല. എപ്പോൾ നോക്കിയാലും ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരെ ആ പെണ്ണ് ചെയ്യുന്നുണ്ടല്ലോ. അതിനിടയിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ പിന്നെ വലിയ ജോലിയൊന്നുമില്ല. പിന്നെ എൻ്റെ ജോലികളെല്ലാം ഞാൻ രാത്രി തന്നെ ചെയ്തു തീർക്കും. പകല് മുഴുവൻ ഫ്രീയാ. അപ്പൊ പിന്നെ ആ സമയം മുഴുവൻ ഉണ്ണിയെ ഞാൻ നോക്കിക്കോളാന്ന് ഭൂമിയോട് പറഞ്ഞു. ഭൂമി എന്നോട് പറഞ്ഞാൽ വേണ്ടാന്ന്, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അതെന്താ? ഉണ്ണി അത്രയ്ക്ക് ഇഷ്ടമാണ് ദേവിന്? അവൻ്റെ അച്ഛന് പോലും ആവശ്യമില്ല. അവൻ്റെ അച്ഛന് പോലും അവന് ആവശ്യമില്ല, പിന്നെയാണ് ദേവിന്? പുച്ഛത്തോടെയുള്ള വൈകിയുടെ സംസാരം കേട്ടതും അഗ്നി അവളെ കത്തുന്ന കണ്ണോടെ നോക്കി. അതേസമയം ഹരിയുടെ നെഞ്ചിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. വൈകിയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാതെ പാർത്ഥിവൻ അവളെ നോക്കി. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഇതൊരു കൊച്ചുകുട്ടിയാ. അവനെ പറ്റി അവന്റെ അച്ഛനമ്മമാരെ പറ്റി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ കണ്ടെടുത്തോളം ഭൂമി നല്ലൊരു പെൺകുട്ടിയാ. അവളെപ്പോലൊരു പെണ്ണിനെ ഉപയോഗിച്ചു പോകാൻ ഒരു പുരുഷനാവില്ല. എന്നിട്ടും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ തെറ്റ് മാത്രമാണ്, ഭൂമിയുടേതല്ല. അങ്കിൾ അങ്ങനെയല്ല. അങ്കിൾ പറഞ്ഞല്ലോ ഭൂമി നല്ല പെൺകുട്ടിയാണെന്ന്. അവളെപ്പോലൊരു പെണ്ണിനെ ഉപയോഗിച്ചു പോകാൻ കഴിയില്ലെന്ന്. അത് ശരിയാ, പക്ഷെ അയാൾ ഉപയോഗിച്ചു പോയത് അയാളുടെ തെറ്റൊന്നുമില്ല. അതിന് കാരണം ഭൂമി അയാൾക്ക് അവകാശപ്പെട്ടതല്ല. അവളെപ്പോലൊരു പെണ്ണിനെ അയാൾ അർഹിക്കുന്നില്ല. അതുകൊണ്ടാ അവളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ്. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെയും. ഇത്രയും നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് അയാൾ പോയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു അയാൾക്ക് അർഹതപ്പെട്ടതല്ല. ഇവന്റെ സ്നേഹവും അർഹിക്കുന്നില്ല. അഗ്നി പറഞ്ഞ വാക്കുളാരിയുടെ നെഞ്ചിലേക്ക് ഒരു കൂരമ്പ് പോലെയാണ് തുളച്ചു കയറിയത്. ഒരു നിമിഷം അവനൊന്ന് പൊട്ടിക്കരാൻ ആഗ്രഹിച്ചു പോയി. അപ്പോഴേക്ക് അഗ്നിയുടെ കയ്യിൽ നിന്ന് ഉണ്ണി ഉറങ്ങിയിരുന്നു. ആ മോനെ, കുഞ്ഞുറങ്ങിപ്പോയി. നീ ഭൂമിയുടെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്തേക്ക്. അത് വേണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ജോലി തിരക്കായിരിക്കും. ഇവൻ എന്നെ നെഞ്ചിലിങ്ങനെ കിടന്നോട്ടെ. ഇവനിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് അതൊരു സന്തോഷമാണ്. ഭൂമി എന്നാ പറഞ്ഞാൽ ഞാൻ ഇവനെ കൊണ്ട് എൻ്റെ മുറിയിൽ പോവുകയാണ്. അഗ്നി ഉണ്ണിയെ കൈകളിലെടുത്ത് അവൻ്റെ മുറിയിലേക്ക് നടന്നു. അത് നോക്കിക്കൊണ്ട് അരിയൊരു വേദനയോടെ നിന്നു. വൈകിയാണെങ്കിൽ അഗ്നി പറഞ്ഞ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോയി. വൈക മുറിയിലേക്ക് കയറി വന്നു. അവൾക്ക് പിന്നാലെ ഹരിയും ഉണ്ടായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഒന്നും വേണ്ടായിരുന്നു. ശരിയാ നീ പറഞ്ഞ്, എനിക്കും തെറ്റാ പറ്റിയത്. ഒന്നും വേണ്ടായിരുന്നു. ഓഹോ, എന്താ ആദ്യപരുടെ അടുത്തേക്ക് പോകണോ? എന്താ ഒന്ന് പോയി നോക്ക്. പക്ഷെ പോയ ആ വഴിക്ക് പോയിക്കോണം. പിന്നെ ഈ വീട് നിൽക്കാൻ പറ്റില്ല. എന്താ സമ്മതാണോ? വൈക പറഞ്ഞിട്ട് അരിയുടെ തലതാഴ്ന്നു പോയി. അതേസമയം വൈക അരിയെ പുച്ഛത്തോടെ നോക്കി. പിറ്റേന്ന് അഗ്നിയുടെ അച്ഛനും അമ്മയും അവിടേക്ക് എത്തി. അവരെ കണ്ടതും പാർത്ഥിവൻ അകത്തേക്ക് ക്ഷണിച്ചു. ആഹാ, നിങ്ങളെത്തിയോ? അകത്തേക്കിരിക്കാം അശോക. സുഖാണോ മാലതി? ആ, അങ്ങനെ പോകുന്നു. അല്ല മോളെ ഇവിടെ വൈക? അപ്പോഴാണ് അവിടേക്ക് വൈകാരി ഇറങ്ങി വന്നത്. മോളെ, ഇതാണ് അഗ്നിയുടെ അച്ഛനും അമ്മയും. വൈക അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവർ തിരിച്ചു. അവളെ നോക്കി അടുത്തേക്ക് വിളിച്ചു. അടുത്തേക്ക് വാ മോളെ, ഇവിടെ ഇരിക്കുക. ആന്റി ചോദിക്കട്ടെ. വൈക അവിടെ അടുത്തിരുന്നിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? ഇതാണല്ലേ ആള്, ഏട്ടൻ പറഞ്ഞിരുന്നു. മാലതി ഹരിയെ നോക്കി. ഹരി ചിരിയോടെ അവരെ നോക്കി കൈകൂപ്പി. അല്ല പാർത്ഥിവ, ഞങ്ങളുടെ മോനെന്തി അഗ്നി? ഞാനിവിടെ ഉണ്ടച്ചാ. ഉണ്ണിയെ കയ്യിലെടുത്ത ആളിലേക്ക് ഒരു അഗ്നി എല്ലാവരും നോക്കി. മോനെ, എന്തിനാ ഈ ഞങ്ങളോട് വരാൻ പറഞ്ഞ്? അല്ല, ഏതാ ഈ കുഞ്ഞ്? അഗ്നി ഉണ്ണിയെ മാലതിയുടെ കൈകളിലേക്ക് കൊടുത്തു. അവർ ഉണ്ണിയെ കയ്യിലേക്ക് വാങ്ങി സ്നേഹത്തോടെ നോക്കി. ശേഷം അഗ്നി മാലതിയുടെ അരികിലിരുന്നു. ഇത് ഉണ്ണി, ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ മകനാ. അപ്പോഴാണ് എല്ലാവർക്കുള്ള ചായമായി ഭൂമിയോടേക്ക് വന്ന്. അമ്മേ, ഇതാണ് ഭൂമി, ഉണ്ണിയുടെ അമ്മ. മാലതി ഭൂമിയെ നോക്കി. ഇതാണോ ഈ കുഞ്ഞിന്റെ അമ്മ? ഞാൻ കരുതി കുറച്ചുകൂടി പ്രായം കാണുന്നു. ഇതിപ്പോ ചെറിയ പെണ്ണാണല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമായ ഭൂമി? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തേടാ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല മോനെ, നീ വരാൻ പറഞ്ഞ എന്തിനാ? അഗ്നി ഒരു നിമിഷം എല്ലാവരെയും നോക്കി. ശേഷം സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ഭൂമിയുടെ അരികിലേക്ക് ചെന്നു. അച്ഛാ, എനിക്ക് ഭൂമി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഉണ്ണിയെ എൻ്റെ മകനായിട്ട് സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ്. അഗ്നി പറയുന്നതായിട്ട് അരിയും വൈകി ഒരുപോലെ ഞെട്ടി തിന്നു. എന്നാൽ പാർത്ഥിവന്റെ മുഖത്തെ സന്തോഷമാണ്. അശോകനും മാലതിയും പരസ്പരം നോക്കി. അല്ല മോനെ, ഈ പെൺകുട്ടിയുടെ ഭർത്താവ്? അമ്മയെ ഭൂമിക്ക് ഭർത്താവില്ല. ഇവളെയും കുഞ്ഞിനെ അയാൾ ഉപേക്ഷിച്ചു പോയി. മാത്രമല്ല, ഭൂമി നിയമപ്രകാരം അയാളുടെ ഭാര്യയല്ല. അതുപോലെ തന്നെ ഉണ്ണി ഭൂമിയുടെ വയറ്റിലായിരിക്കുമ്പോഴാണ് അയാൾ ഇവിടെ രണ്ടുപേരും ഉപേക്ഷിച്ചത്. ഇനി അയാൾ തിരിച്ചു വരില്ല. ഇനി അഥവാ വന്നാലും ഇവളെയും കുഞ്ഞിനെയും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ഇവർ രണ്ടുപേരെയും വേണം. അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അല്ല മോനെ, ഭൂമിയുടെ കുടുംബമൊക്കെ? ഭൂമിക്ക് ഒരു കുടുംബം ഉണ്ടായിരുന്നു, അച്ഛൻ അമ്മ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. പക്ഷെ ഒരാളുടെ പ്രണയത്തിൽ വിശ്വസിച്ചു പോയി.
അതുകൊണ്ട് ഭൂമിയെയും കൊണ്ട് അയാൾ ഒളിച്ചോടിയതാ. അതിനുശേഷം ഭൂമി അവളുടെ കുടുംബത്തെ കണ്ടിട്ട് പോലുമില്ല. തിരിച്ചു പോകാനും കഴിയില്ലല്ലോ, കാരണം എല്ലാം നഷ്ടപ്പെട്ടില്ല അവൾക്ക്. എന്തു പറഞ്ഞ് തിരികെ ചെല്ലും. ഞാൻ അന്വേഷിച്ചിരുന്ന ഭൂമിയുടെ ഫാമിലിയെ പറ്റി. ഭൂമിയുടെ പാരൻസ് മരിച്ചു. അതുകൊണ്ട് ഭൂമിയുടെ ഫാമിലിയെ പറ്റി നോക്കണ്ട. എനിക്ക് വേണ്ട നിങ്ങളുടെ രണ്ടുപേരുടെയും സമ്മതമാണ്. മോൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്കും സമ്മതം തന്നെ. എനിക്ക് ഈ കുഞ്ഞിനെ നമ്മുടെ പേരക്കുട്ടിയായി വളർത്തുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല അശോകേട്ടാ. നിനക്ക് പ്രശ്നമില്ലേ പിന്നെ എനിക്കാണ് പ്രശ്നം. എനിക്കും സമ്മത. ഭൂമി, മോൾക്ക് സമ്മതമല്ലേ? ഭൂമിക്ക് സമ്മത. ഭൂമിയുടെ സമ്മതം ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയത്. എന്നാൽ ഇതെല്ലാം കേട്ടുന്ന ഹരിയുടെയും വൈകിയുടെയും മുഖാകെ വിയർത്തുപോയി. ഭൂമിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് അവർ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. എന്നാൽ ഭൂമി ഉണ്ണയെ കൊണ്ടുപോയി കിടത്തിക്കോ, അവർ നല്ല ക്ഷീണമുണ്ട്. അമ്മയാച്ച വാ, നിങ്ങളുടെ മുറി കാണിച്ചു തരാം. എല്ലാവരും അവിടെ നിന്ന് പോയ ശേഷം അഗ്നികാരിയും ഭൂമിയുടെ ഔട്ട് ഹൗസിലേക്ക് നടന്നു. ഭൂമി, നീ അഗ്നി ഇഷ്ടത്തിലാണോ? അതെ. നിനക്ക് എങ്ങനെ തോന്നി ഭൂമി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? നിങ്ങൾക്ക് എന്നെ മറന്ന് ഇവിടെ കൂടെ പോകാമെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ ആയിക്കൂടെ? മാത്രമല്ല, ഞാൻ ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഓർത്ത് കരഞ്ഞ് കണ്ണീരൊഴുകി ജീവിക്കണം. എൻ്റെ കുഞ്ഞിനൊരു അച്ഛൻ വേണ്ടേ? അവൻ്റെ അച്ഛൻ ഞാനാ എന്ന് ആര് പറഞ്ഞു കരി? പിന്നിൽ നിന്ന് അഗ്നിയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. തങ്ങളെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന അഗ്നിയുടെ മുഖം കണ്ട് ഹരിയും വൈകിയൊന്നും പതിരെങ്കിലും ഹരി ദേഷ്യത്തോടെ അഗ്നിയെ നോക്കി. തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന അഗ്നി ഇഷ്ടക്കേടോടെ വൈകിയും നോക്കി നിന്നു. ഹരി ഇപ്പം എന്താ പറഞ്ഞു? ഭൂമിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഹരിയാണെന്നോ? ആര് പറഞ്ഞു? അഗ്നി, എനിക്കറിയാം. എല്ലാം അറിഞ്ഞു തന്നെയാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. അതേടാ, എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. ഇവളറിഞ്ഞ വേദന നീ അറിയണം. ഭൂമി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ പോലും അറിയാതെല്ലടാ നീ ഇവളും തമ്മിൽ ബന്ധം കൂടിയത്. ഇവള് പ്രസവേദന കൊണ്ട് പൊളയുമ്പോഴും നീ എവിടെയായിരുന്നു? അടുത്തുള്ള വീട്ടിലെ സ്ത്രീയല്ലേടെ അവളെ കൊണ്ടുപോയത്. അപ്പോഴേക്ക് നീ ഇവള് പറഞ്ഞ പണി ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. എന്നിട്ട് 3 മാസം ഇവളെയും കുഞ്ഞിനെയും വീട്ടിൽ ഒറ്റക്കാക്കി അവരെ നോക്കാൻ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു. അതിനുള്ളിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഒന്നും അറിയാതെ ഇവളും കുഞ്ഞും നിനക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ നീ ഇവിടെ ഇവളോടൊപ്പം സന്തോഷത്തോടെ കഴിയായിരുന്നു, അതും പണത്തിന് വേണ്ടി. പക്ഷേ നിന്റെ ലക്ഷ്യം പണം മാത്രമല്ല, ആഡംബരപൂർണമായ ജീവിതം കൂടിയായിരുന്നു. അതിനുവേണ്ടിയുള്ള ഏക തടസ്സം ഭൂമിയായിരുന്നു. പറയാതെ തന്നെ നീ അവളെ ഒഴിവാക്കുകയും ചെയ്തു. അന്ന് നിന്റെയൊക്കെ കാറ് പിടിച്ച് കെഞ്ചിയല്ലേടാ ഇവള്. അപ്പോഴൊന്നും തോന്നാത്ത വേദന ഇപ്പൊ നിനക്കൊക്കെ എവിടുന്ന് വന്നടാ? വേദനയൊന്നുമില്ല. പിന്നെന്താ, അസൂയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു വേലക്കാരി കെട്ടേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ആദ്യ വിവാഹമല്ലേ? പക്ഷെ ഇവൾ അങ്ങനെയാണോ? ഒരു 2ാം കെട്ടുകാരി, പോരാത്തിന് കുഞ്ഞിന്റെ അമ്മയും. ആരുടെ കുഞ്ഞിന്റെ അമ്മ? അതുകൂടി പറഞ്ഞ മോള്. പാർത്ഥിവന്റെ ശബ്ദം കേട്ട് 3 പേരും തിരിഞ്ഞു നോക്കി. അച്ഛാ. പേടിയോടെ വൈക പാർത്ഥിവനെ വിളിച്ചു. ഒരു പുച്ഛച്ചിരിയോടെ പാർത്ഥിവൻ വൈകിയുടെ അരികിലേക്ക് ചെന്നു. അതെ, അച്ഛൻ തന്നെ. ഈ അച്ഛൻ മോളോട് ചോദിച്ച മോള് കേട്ടില്ലേ? ആരുടെ കുഞ്ഞിന്റെ അമ്മയാണ് ഭൂമി? അച്ഛാ, അത്... പാർത്ഥിവന്റെ കൈ വൈകിയുടെ നേരെ ഉയർന്നു കാണുന്നു. കവിളും പൊത്തിപ്പിടിച്ച് വൈക അച്ഛനെ നോക്കി. അച്ഛാ. മിണ്ടരുത് നീ. എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാന്ന് കരുതിയോ നീ? നീയും ഇവനിവിടെ വന്ന പിറ്റേ ദിവസം ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞതാ. അന്നേ എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറതാ ഞാൻ. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തിനു വേണ്ടിയിട്ടാണോ ഇതൊക്കെ നീ ചെയ്തു കൂട്ടിയത്? അതുകൊണ്ട് തന്നെ നീയൊക്കെ വിഷമിക്കുന്ന എനിക്ക് കാണണം. അതുകൊണ്ട് തന്നെയാ നിനക്ക് പറഞ്ഞു വെച്ച അഗ്നിയെ ഞാൻ ഇവിടേക്ക് വിളിച്ചത്. ഇവനിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. എനിക്കിവൻ സുഹൃത്തിന്റെ മകൻ മാത്രമല്ല, എന്റെ മകനായി തന്നെയാ ഞാൻ ഇവനെ കണ്ടതും. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എനിക്ക്. അതുകൊണ്ടാ മനസ്സിലുള്ള ഭാരം മുഴുവൻ ഞാൻ ഇവന്റെ മുമ്പിൽ ഇറക്കി വെച്ച്. പക്ഷേ ഭൂമിയെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും ഇവനോട് പറഞ്ഞിട്ടില്ല. അത് ഇവന്റെ മാത്രം തീരുമാനാ. ഇവിടെ വരുന്നവരെ അങ്ങനെ ഒരു തീരുമാനം എന്നോട് അവൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ. എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്നെക്കാൾ നല്ലൊരു ജീവിതം ഭൂമിക്കും കുഞ്ഞിനും കിട്ടിയല്ലോ. എനിക്ക് വേണമെങ്കിൽ നിന്നിൽ നിന്നെല്ലാം തിരിച്ചെടുക്കാം. പക്ഷെ അത് വേണ്ട. പണത്തിന് വേണ്ടിയിട്ടല്ലേ സ്വന്തം ബന്ധമെല്ലാം മറന്ന് നീയൊക്കെ എൻ്റെ മുമ്പിൽ അഭിനയിച്ച്. അതുകൊണ്ട് ആ പണം വെച്ച് ജീവിക്കണ രണ്ടുപേരും. പിന്നെ ഹരിയോട് ഇനി മേലിന് ഭൂമിയിലോ കുഞ്ഞിലോ അവകാശമോ അധികാരം കാണിച്ചു വരരുത്. വന്നാ മറുപടി തരുന്ന ഞാനായിരിക്കില്ല, അഗ്നിയായിരിക്കും. ഹരിയുടെ കണ്ണുകൾ വേദനയോടെ പാർത്ഥിവനെ അഗ്നിയെയും നോക്കി. അങ്കിള് പറഞ്ഞ് ശരിയാ ഹരി. ഇനി ഭൂമിയുടെ മേലും കുഞ്ഞിന്റെ മേലുള്ള അവകാശം എനിക്ക് മാത്രമുള്ളതാ. ഹരിയും വൈകിയും ആഗ്രഹിച്ച ജീവിതം നേടിയില്ലേ? ഇനി സന്തോഷത്തോടെ ജീവിക്ക്. ഇവരെ രണ്ടുപേരെയും നിങ്ങൾ ഇനി ഓർക്കുക പോലും ചെയ്യരുത്. ചെയ്താൽ എന്താ ഉണ്ടാവുന്നത് രണ്ടുപേർക്കും അറിയാലോ. ഒരു പുച്ഛച്ചിരിയോട് അഗ്നി വൈകിയുടെയും ഹരിയുടെയും നേരെ പറഞ്ഞുകൊണ്ട് ഭൂമിയെയും കുഞ്ഞിനെയും നോക്കിയ ശേഷം പാർത്ഥിവനൊപ്പം പുറത്തേക്ക് നടന്നു. ഭൂമി, എന്നോട് ക്ഷമിക്ക്. എനിക്ക് തെറ്റുപറ്റിയത് എനിക്ക് ഹരിയേട്ടാ. നിങ്ങളെ വിശ്വസിച്ച് പോയത്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഹരിയേട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ കഴിഞ്ഞ കാലം? ഇവിടുത്തെ അച്ഛനോളം വരില്ലെങ്കിലും ഞാൻ അത്യാവശ്യം സ്വത്തും സമ്പാദ്യമുള്ള ഒരു അച്ഛൻ്റെ മകൾ തന്നെയായിരുന്നു. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എൻ്റെ കുടുംബത്തിലേക്ക് ഹരിയേട്ടൻ വന്നപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. പിന്നീട് എപ്പോഴും ഞാനും നിങ്ങളെ സ്നേഹിച്ചു പോയി, ഒരുപാട് വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് വീട്ടിലെ സമ്മതിക്കായിരുന്നിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഇറങ്ങി വന്ന്. എന്നിട്ട് എന്തായി? എല്ലാം എനിക്ക് നഷ്ടമായില്ലേ? ശരി, എല്ലാം എൻ്റെ തെറ്റാണ്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞ്, അവൻ എനിക്ക് തന്നൂടെ? എനിക്ക് അവനെ വേണം. അത് നടക്കില്ല ഹരിയേട്ടാ. കാരണം അവൻ നിങ്ങളുടെ മാത്രം കുഞ്ഞല്ല, എന്നെയും കൂടിയാ.
പക്ഷെ നിങ്ങൾ അവൻ ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല. ഇവളോടൊപ്പം ഇറങ്ങിപ്പോകുമ്പോൾ കുഞ്ഞിനോർത്തെങ്കിലും തിരിച്ചു വരണമെന്ന് ഞാനത് അത്രയധികം കെഞ്ചി പറഞ്ഞല്ലേ. ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. അന്നു മുതൽ നിങ്ങളും എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞതാ. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളല്ല, അഗ്നിയാ. അത് ഞാൻ മാത്രമല്ല, ഉണ്ണിയെ അംഗീകരിച്ചു കഴിഞ്ഞ്. ഉണ്ണിയുടെ മനസ്സിൽ അവൻ്റെ അച്ഛൻ അഗ്നിയാ. അതിനെ മാറ്റാനാവില്ല. ഭൂമി വേണ്ട അരിയേട്ടാ, പോയിക്കോളൂ. ഇനി നിന്റെ പേരിൽ ഇവിടേക്ക് വരരുത്. ഇതെൻ്റെ അപേക്ഷയാ. ഭൂമി പറയുന്ന മനസ്സിലാക്ക്. വിവാഹം കഴിഞ്ഞാൽ നിന്നെയും കൊണ്ടുപോകും. നിനക്ക് യാതൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നീ എങ്ങനെ ജീവിക്കും അയാളോടൊപ്പം? നിന്നെ വീണ്ടും ചതിക്കില്ലെന്നെന്താ ഉറപ്പ്? നിനക്ക് കുഞ്ഞായിട്ട് ഇവിടെ കഴിഞ്ഞാൽ പോരെ? നിനക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരില്ലേ? പിന്നെന്താ പ്രശ്നം? അല്ല, ഇനി വിവാഹം കഴിക്കണം നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചാൽ പോരെ? പിന്നെ ഉണ്ണിയെ ഞങ്ങൾ നോക്കിക്കോളാം. എന്തേ? എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഭൂമി ഒരു പൂച്ചച്ചിരിയോടെ വൈകിയെ നോക്കി. അഗ്നി പറഞ്ഞ നേര് തന്നെയാ വൈക. നിനക്ക് നല്ല അസൂയുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ. നിന്നേക്കാൾ നല്ലൊരു ജീവിതം എന്നെ തേടി വന്നപ്പോൾ ഇല്ലാത്ത ഇഷ്ടം കൊണ്ട് വന്നിരിക്കുകയാണല്ലേ. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണെന്ന് അറിഞ്ഞിട്ടും നീ അരിയേട്ടനെ സ്വന്തമാക്കി. എൻ്റെ താലി എന്നേക്കുമായി പൊട്ടിച്ചവളാ നീ. നിന്നെ ഞാൻ ഇനിയും വിശ്വസിക്കണല്ലേ? പിന്നെ നീ പറഞ്ഞല്ലോ, യാതൊരു പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നു. വീണ്ടും ഞാൻ ചതിക്കപ്പെടുന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അഗ്നി ഒരിക്കലും എന്നെ ചതിക്കില്ല. കാരണം അയാൾ സ്നേഹിച്ച എൻ്റെ മകനെയാണ്. അവനിലൂടെയാണ് അയാൾ എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ ഒരിക്കലും കൈവിടില്ല. എനിക്ക് അത്രമേൽ വിശ്വാസമുണ്ട് അഗ്നിയെ. വിശ്വാസം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ? നീ നോക്കിക്കോടി, നിന്നെ അയാൾ ഉപേക്ഷിക്കും. അയാൾക്ക് മടുക്കും നിന്നെ, ഉറപ്പാ. അതിന് എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നല്ലല്ലോ വൈക, അഗ്നിദേവെന്നാ. അഗ്നിയുടെ ശബ്ദം കേട്ടത് മൂന്നുപേരെ തിരിഞ്ഞു നോക്കി. തങ്ങളുടെ സംസാരം മുഴുവൻ കേട്ടുകൊണ്ട് ആ വാതിൽപ്പടിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അഗ്നി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഭൂമിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവള് പറഞ്ഞു മുഴുവൻ നീ കേട്ടില്ലേ? ഇവൾക്ക് എന്നെ വിശ്വാസമാണെന്ന്. എനിക്കത് മതി. എനിക്ക് ഇവളെ ഒരിക്കലും മടിക്കില്ല. നീ പറഞ്ഞു ശരി തന്നെയാ. ഞാൻ ആദ്യ വീട്ടുകാരൻ തന്നെയാ, ഇവള് രണ്ടാം വീട്ടുകാരിയും. പിന്നെ പോരാത്തതിനൊരു കുഞ്ഞിൻ്റെ അമ്മയും. എനിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. ഇവള് നല്ലൊരു പെണ്ണ് തന്നെയാ. ഇവൾക്ക് വേണമെങ്കിൽ നിന്നിൽ നിന്ന് ഹരിയെ നേടിയെടുക്കാം. ഏത് വിധേനയും ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കാം. പക്ഷെ ഒന്നിനും അവൾ മുതിർന്നില്ല. കാരണം ഇവൻ എന്നു മുതലാണോ നിന്നോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയത്, ആ നിമിഷം മുതൽ ഇവിടെ മനസ്സിലായി മരിച്ചു കഴിഞ്ഞു, വെറുക്കപ്പെട്ടവനായി കഴിഞ്ഞു. ഇനി നീ എത്ര കരഞ്ഞ് നിലവിളിച്ചാലും ഭൂമിയെയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടില്ല, വിട്ടുതരില്ല ഞാൻ. എന്നിൽ നിന്ന് നേടിയെടുക്കാമെന്ന് കരുതണ്ട. ഉണ്ണി ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ അവന്റെ അച്ഛൻ ഞാനാണ്. സ്വന്തം കുഞ്ഞ് മറ്റൊരാൾ അച്ഛനെന്ന് വിളിക്കുമ്പോൾ നീ അറിയുന്ന ഒരു വേദനയുണ്ടല്ലോ, അതാണ് നിനക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. പിന്നെ വൈക, നീ ഒന്ന് സൂക്ഷിച്ചോ. ഹരിക്ക് നിന്നെ മടുക്കാൻ അധിക സമയമൊന്നും വേണ്ട. കാരണം ഭൂമിയുടെ സൗന്ദര്യം കണ്ട അവളെ വിവാഹം കഴിച്ചത്. പിന്നീട് നിന്റെ പണം കണ്ടപ്പോൾ ഭൂമിയെ ഒഴിവാക്കി, നിന്നെ വിവാഹം കഴിച്ചു. ഇനി ഒഴിവാക്കാൻ പോകുന്നത് നിന്നെ ആയിരിക്കും. കാരണം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷത്തോളെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവില്ലോ അല്ലേ? ഇതുവരെ നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞു വന്നോ? ഇല്ലല്ലോ. ചിലപ്പോൾ അതിന്റെ കാരണം പറഞ്ഞ് നിന്നെ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. അഗ്നി പറഞ്ഞിട്ട് വൈക ഞെട്ടലൂടെ ഹരിയെ നോക്കി. ഹരി അവിടെ തലവനിച്ച് നിൽക്കുകയാണ്. ഹരി, അഗ്നി പറയും നേരാണ്. ഹരി എന്നെ ഉപേക്ഷിച്ചു പോകും. ഹരിയൊന്നും മിണ്ടിയില്ല. കൂൾ ഡൗൺ വൈക, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. പിന്നെ ഇനി ഈ സംസാരം ഇവിടെ വേണ്ട. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഉണ്ണിയുടെ പേരിടൽ ചടങ്ങ് കൂടി ഉണ്ടാവും. അതുകൂടി കേട്ടത് ഹരിയും വൈകി ഒരുപോലെ അവരെ നോക്കി. നോക്കേണ്ട, ഉണ്ണി ജനിച്ചിട്ട് ഇന്നേ അവൻ്റെ ഒരു ചടങ്ങ് നടത്തിയിട്ടില്ലല്ലോ. എന്തിനേറെ പറയുന്നു, ഒരു പേര് പോലും നീ ആ കുഞ്ഞിനെ വെച്ചു കൊടുത്തിട്ടില്ല. ഇനി അവരുടെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമേ എൻ്റെ കൂടെ ഇവിടെയും കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. അവരോട് അത്രയും പറഞ്ഞുകൊണ്ട് ഭൂമിയെ നോക്കിയ ശേഷം അഗ്നി തിരികെ പോയി. ഹരി ആകെ തകർന്ന പോലെ അവിടുന്ന് ഇറങ്ങി മുറിയിലേക്ക് പോയി. കൂടെ വൈകിയും. മുറിയിലെത്തിയ ശേഷം ഒന്നും മിണ്ടാതെ ഹരി കട്ടിലിരുന്നു. എന്നാൽ വൈകിയുടെ മനസ്സിൽ അഗ്നി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഇനി അഗ്നി പറഞ്ഞ പോലെ ഹരി തന്നെ ഉപേക്ഷിച്ചു പോകും. ശരിയാ, വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ താൻ പ്രഗ്നന്റ് ആയിട്ടില്ല. പക്ഷെ ഒന്നുറപ്പാ, ഹരിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പ്രശ്നമുള്ള തനിക്കാണ്. ഒരു കാരണവശാലും ഹരി എൻ്റെ കയ്യിൽ നിന്ന് പോകരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ തീർത്തും തോറ്റുപോകുകയുള്ളൂ. മനസ്സിൽ ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വൈക ഹരിയുടെ അരിയിലേക്ക് ഇരുന്നു. ഹരിയുടെ കൈകളിൽ കൈ ചേർത്ത് വെച്ച് വൈക പറഞ്ഞു, ഹരി, അഗ്നി പറയുന്ന ഹരി കാര്യാക്കണ്ട. എനിക്കറിയാം ഹരി എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല. പിന്നെ നമുക്കൊരു കുഞ്ഞ് വരും, കുറച്ചുകൂടി. ചിലപ്പോൾ കാത്തിരിക്കണം എന്നല്ലേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. ശരിയാ വൈക, നീ പറഞ്ഞു. ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്ങോട്ടും പോവില്ല. പോകാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ആകെ പെട്ടുപോയ അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിന്നോടൊപ്പം ഞാൻ കഴിഞ്ഞോളാം. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം, ഇനി അഥവാ നമുക്ക് കുഞ്ഞൊന്നും വന്നില്ലെന്നിരിക്കട്ടെ, ഒരു വഴിയുണ്ട്. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ. കാശ് കാണിച്ച് നീ എന്നെ വാങ്ങിയ പോലെ നമുക്ക് കാശ് കൊടുത്തൊരു കുഞ്ഞിനെ കൂടി വാങ്ങാം. അപ്പം എല്ലാം കൊണ്ട് ശരിയായിക്കോളും. കളിയാക്കേണ്ട ഹരി, തെറ്റിയത് ഞാൻ മാത്രമല്ല, ഹരിയും കൂടി ചേർന്നാണ്. പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചപ്പോൾ ഞാൻ വെച്ച ഓഫർ ഹരി സ്വീകരിച്ചു. വേണ്ടാന്ന് ഭൂമി പറഞ്ഞിട്ടും എൻ്റെ പിന്നാലെ വന്നത് നിങ്ങളാ. അതുകൊണ്ട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള ജീവിതം നോക്കണം, അത്ര തന്നെ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഭൂമിയുടെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു പോക്കായിരിക്കില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ ജീവിക്കുന്നതന്നെയാണ് നല്ലത്. എങ്ങനെ ജീവിക്കണം? ഒരർത്ഥമില്ലാതൊരു ജീവിതമായി പോയി. നീ പറഞ്ഞത് ശരിയാ. കാശ് കണ്ട് കണ്ണു മഞ്ഞളിച്ചപ്പോൾ മറ്റൊന്നും ഞാൻ ഓർത്തില്ല. ആഗ്രഹിച്ചെല്ലാം നേടി. പക്ഷെ അതിലിപ്പോൾ ഒരു സന്തോഷവുമില്ല, സമാധാനമില്ല. എന്തിനേറെ പറയുന്നു, ഒരു കുഞ്ഞു പോലും ഇല്ല.
ഹരി വേദനയോടെ പറഞ്ഞു. അതുകൊണ്ട് വൈക്ക് നല്ല ദേഷ്യവും സങ്കടവും തോന്നി. വൈകി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. പിന്നീട് അങ്ങോട്ട് ഭൂമിയുടെ അഗ്നിയുടെയും വിവാഹത്തിന്റെ ഓരോ തിരക്കുകളായിരുന്നു. അഗ്നി തന്നെയായിരുന്നു ഭൂമിക്കും കുഞ്ഞിനും വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയത്. എല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാനാവാതെ ഹരി നിന്നു. അങ്ങനെ ഭൂമിയുടെയും അഗ്നിയുടെയും കല്യാണ ദിവസം സർവാഭരണ വിഭൂഷിതയായി ഒരു വിവാഹ പെണ്ണിന്റെ അലങ്കാരത്തോടെ മണ്ഡപത്തിലേക്ക് കയറി വരുന്ന ഭൂമിയെ കണ്ട് ഹരി വേദനയോടെയാണ് നോക്കുന്നെങ്കിൽ വൈക അസൂയയുടെയാണ് നോക്കിയത്. ഇവൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ടോ? അപ്പൊ വെറുതെ അല്ല ഹരി ഇവളെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. അണിഞ്ഞൊരുങ്ങിയുന്ന എന്നേക്കാൾ സൗന്ദര്യമുണ്ട്. ഒന്ന് പെറ്റിട്ട് ഒട്ടുടയാത്ത ശരീരം കണ്ടിട്ട് തന്നെ സഹിക്കുന്നില്ല. ഇവൾ കിട്ടിയതാണെങ്കിൽ ഒരു അടിപൊളി ചെക്കനും. ഇവനെയാണ് അച്ഛൻ എനിക്ക് കണ്ടെത്തി വെച്ചിരുന്നെങ്കിൽ അച്ഛനൊരു ഫോട്ടോയെങ്കിലും ഒന്ന് അയച്ചുതരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പത്തിനെ കല്യാണത്തിന് സമ്മതിച്ചേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ തലയിൽ വിധിച്ച് ഈ രണ്ടാം കെട്ടുകാരൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആവോ? എന്നാലും രണ്ടുപേരും എന്തൊരു ചേർച്ച. ഇനി ഇവൾ എൻ്റെ മുമ്പിൽ അവൻ്റെ കൈയും പിടിച്ച് നടക്കുന്നത് കാണേണ്ടി വരും. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ അഗ്നി ഭൂമിയുടെ കഴുത്തിൽ താലിയാർത്തി. നിറഞ്ഞ സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും അഗ്നിയുടെ താലി ഭൂമി ഏറ്റുവാങ്ങി. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഉണ്ണിയുടെ പേരിടൽ ചടങ്ങ് കൂടി നടത്തിയിരുന്നു. അയാൻ അഗ്നിദേവ്, അതായിരുന്നു ഉണ്ണിയുടെ പേര്. താൻ ജന്മം കൊടുത്ത തന്റെ സ്വന്തം മകൻ മറ്റൊരാളുടെ കൈകളിൽ നിന്ന് കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന ഹരിയുടെ മനസ്സിനെ വല്ലാതെ നോവിച്ചുകൊണ്ടിരുന്നു. അവരോടൊപ്പം താൻ പ്രാണനെ പോലെ സ്നേഹിച്ച ഭൂമിയെ കാണുന്നു അയാൾക്കൊരു നോവായിരുന്നു. മോനെ, നീ ഇന്നലെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ? അങ്കിൾ, ഞങ്ങൾ നാളെ തിരിച്ചു പോകും. പിന്നെ ഞാൻ പോകുമ്പോൾ ഭൂമിയെയും മോനെയും കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഇങ്ങോട്ടേക്കില്ല. വിവാഹം കഴിഞ്ഞ അന്ന് പോലെ ഇവർക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിരുന്നു. അതുകൊണ്ട് ഇത്രയും ദിവസം എടുത്ത്. ഞങ്ങൾ നാളെ രാവിലെ പോകും. അവിടെ ചെന്നിട്ട് റിലേറ്റീവ്സും ഫ്രണ്ട്സിനൊക്കെ ചെറിയ പാർട്ടി കൊടുക്കണം. നാളെ മോർണിംഗ് ഫ്ലൈറ്റാ. അത് കേട്ട് ഹരിയുടെ നെഞ്ചിൽ കൂടെ ഒരു മിന്നൽ കടന്നുപോയി. തന്നിൽ നിന്ന് എന്നേക്കുമായി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അഗ്നിയെ വിവാഹം കഴിച്ചെങ്കിലും ഭൂമിയും കുഞ്ഞും തന്നെ കൺമുമ്പിൽ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇനി നാളെ മുതൽ അവരെ കാണാൻ കഴിയില്ലെന്നുള്ള ചിന്ത പോലും ഹരിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ഹരി വേദനയോടെ കുഞ്ഞിനെ നോക്കി. അയ്യോ, ഇത്രയും ദിവസം ഈ കുഞ്ഞിവിടെ ഉള്ളതായിരുന്നു ഒരു സന്തോഷം. ഇനി നാളെ മുതൽ വീട് ഉറങ്ങിയ പോലെയാവും. അങ്ങനെ വിഷമിക്കണ്ട, ഞങ്ങൾ വരും. ഇതുപോലൊരു കുഞ്ഞ് ഇവിടെയും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾ വരും, ഉറപ്പ്. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്യാം. എന്നാ നിങ്ങൾ ചെയ്യില്ലേ? വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്ക്. ഗുഡ് നൈറ്റ്. അങ്ങനെ പിറ്റേന്ന് എല്ലാവരും എയർപോർട്ടിലേക്ക് എത്തി. അഗ്നിയുടെ അച്ഛനും അമ്മയ്ക്കൊപ്പം തന്നെയാണ് അഗ്നിയും ഭൂമിയും കുഞ്ഞും പോകാൻ തയ്യാറായത്. ഹരിയും വൈകി അവരെ യാത്രയാക്കാൻ വന്നിട്ടുണ്ട്. പാർത്ഥിവന്റെ കയ്യിൽ നിന്ന് കളിക്കുന്ന കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന ഹരിയെ അഗ്നി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛയുടെ മോവാ. അഗ്നി പാർത്ഥിവന്റെ കയ്യിൽ നിന്ന് ഉണ്ണിയെ വാങ്ങി തിരിഞ്ഞു നിൽക്കുന്ന ഹരിയുടെ അടുത്തേക്ക് വന്നു. ഹരി തിരിഞ്ഞു നോക്കിയ ഹരി കാണുന്നത് ഉണ്ണിയെ തനിക്ക് നേരെ വെച്ചിട്ടുന്ന അഗ്നിയാണ്. ഒരു നിമിഷം ഇത് സത്യമാണോ സ്വപ്നമാണോ എന്ന് ഹരി ചിന്തിച്ചു പോയി. എന്താണോ എടുക്കുന്നില്ലേ? എൻ്റെ കുഞ്ഞ്. ഹരി സന്തോഷത്തോടെ ഉണ്ണിയെ കയ്യിൽ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി. കണ്ടിൽ നിന്ന് അഗ്നിയുടെ നെഞ്ചിലൊരു നോവ് അനുഭവപ്പെട്ടു. കുറച്ച് സമയം തന്നെ നെഞ്ചോട് അടക്കി പിടിച്ച ഉണ്ണിയെ അഗ്നി തിരികെ വാങ്ങി. തൻ്റെ പ്രാണൻ അകന്നു പോകുന്ന പോലെയാണ് ഹരിക്ക് തോന്നിയത്. അഗ്നി എൻ്റെ മോൻ അല്ല ഹരി, ഇവൻ എൻ്റെ മകനാണ്. നിയമപ്രകാരം ഭൂമിയെ സ്വന്തമാക്കിയതുപോലെ ഉണ്ണിയും നിയമപ്രകാരം എനിക്ക് സ്വന്തമാണ്. ഭൂമി അഗ്നിദേവ് എന്ന പോലെ അയാൻ അഗ്നിദേവ്. അഗ്നി ഞാൻ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവും ഹരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതുപോലെ ഭൂമിയും ഹരിയുടെയും വൈകിയുടെയും മുമ്പിൽ കണ്ണീരോടെ ഒന്നല്ലേ. അന്ന് താർന്നു മനസ്സ് വെച്ചിരുന്നെങ്കിൽ തനിക്ക് സ്വന്തമായിട്ട് മാറിയതിനെ രണ്ടുപേരും. അന്ന് തനിക്ക് വലുത് വൈകിയവളുടെ പണമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ തനിക്ക് മനസ്സിലായിട്ടുണ്ട് പണത്തേക്കാൾ വലുതായി മറ്റു പലതും ഉണ്ടെന്ന്. തന്റെ കണ്ണുനീര് തന്നെ എന്നെ സാക്ഷിയാണ്. സോറി ഹരി, ഇനി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ല. കൊണ്ടുപോകാൻ ഞാനിവരെ. ഹരി തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അഗ്നിയോടായി പറഞ്ഞു. ഞാൻ തടയുന്നില്ല, കൊണ്ടുപോയിക്കുള്ളൂ അഗ്നി. താൻ പറഞ്ഞ പോലെ ഞാൻ നല്ലൊരു ഭർത്താവല്ല, നല്ലൊരു അച്ഛനല്ല. പക്ഷെ അഗ്നിക്ക് അതിന് കഴിയും. ഞാനാണ് ഇവനെ വളർത്തുന്നെങ്കിൽ ഇവൻ തീർച്ചയായിട്ടും എന്നെ പോലെയായി മാറും. മറിച്ച് അഗ്നിയാണ് ഇവനെ വളർത്തുന്നെങ്കിൽ ഇവൻ ഉറപ്പായിട്ടും നല്ലൊരു മനുഷ്യനായി വളരും. നിറഞ്ഞ മനസ്സോടെ പറയാ, കൊണ്ടുപോയിക്കോ അവരെ. ഉണ്ണിയുടെ നെറ്റിൽ ഒരു ഉമ്മയും കൊടുത്ത് അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഹരി നിറഞ്ഞ മനസ്സോടെ പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ ഹരിയോടെ യാത്ര പറഞ്ഞ് അഗ്നി തിരിഞ്ഞപ്പോൾ കണ്ടു. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭൂമിയെ ചിരിയോടെ അവിടെ അരികിലേക്ക് ചെന്ന് തന്നോടൊപ്പം ചേർത്ത് പിടിച്ച് അഗ്നി നടന്നു. ഒരു നിമിഷം ഭൂമി ഹരിയെ നോക്കിയ ശേഷം തിരിഞ്ഞ അഗ്നിയോട് ചേർന്ന് നടന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പോയി അവരുടെ മാത്രം സ്വർഗത്തിലേക്ക്.